Okay, next we will discuss how to find out the ascertainment of how to find out cash price. So, ascertainment of cash price. നമുക്ക് എന്താണ് ക്യാഷ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ക്യാഷ് പ്രൈസ് തന്നിട്ടില്ല, ബാക്കി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഹയർ പർച്ചേസ് പേയ്മെൻറ്റും ഒക്കെ തന്നിട്ടുണ്ട്, പക്ഷേ ക്യാഷ് പ്രൈസ് തന്നിട്ടില്ല. സാധാരണ ക്യാഷ് പ്രൈസ് തരാറുണ്ട്, പക്ഷേ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ എന്ത് തന്നിട്ടില്ല വിചാരിക്കുക, ക്യാഷ് പ്രൈസ് നെക്സ്റ്റ് ഇതിൽ തന്നിട്ടില്ല വിചാരിക്കുക. അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിന് രണ്ട് രീതിയുണ്ട്. ആന്വിറ്റി ടേബിളിൻ്റെ സഹായം ഇല്ലാതെയും ആന്വിറ്റി ടേബിളിൻ്റെ സഹായത്തോട് കൂടിയും ചെയ്യാം. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളൊരു ഇക്വേഷൻ നമുക്ക് അറിയേണ്ടത്, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്, നമുക്കറിയാം ഓരോ ഇതിലും എത്രയാണ് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ എമൗണ്ട് ഡ്യൂ അറ്റ് ദ ടൈം ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ നമുക്ക് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്, ആ അടയ്ക്കേണ്ട പൈസ ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് 5% ഇൻട്രസ്റ്റ് എന്ന് തന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ ഓരോ വർഷം നമ്മൾ ഡ്യൂ ആവുന്ന എമൗണ്ട് എത്ര, ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഇൻറ്റു, ഇപ്പോൾ 5% ആണെങ്കിൽ 5 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 5 ഡിവൈഡ് ബൈ 100 പ്ലസ് 5. അതായത് 5% ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഒരു സംഖ്യ, അതിൽ 5% ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഖ്യ ഇൻറ്റു 5/105, 5 ഇൻറ്റു റേറ്റ് ബൈ 100 പ്ലസ് റേറ്റ്. 5% ആണ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഇൻറ്റു എന്താണ് 5/105, 5/105 എന്നാണ് വരിക. 5% ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, എങ്ങനെ ക്വസ്റ്റ്യനിലൂടെ നോക്കാം. രേണുക പർച്ചേസ്ഡ് മെഷീൻ ഓൺ January 1, 2015. രേണുക ഒരു മെഷീൻ വാങ്ങിച്ചു January 1, 2015. ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരമാണ് വാങ്ങിച്ചിട്ടുള്ളത്. 5000 രൂപയാണ് മെഷീൻ്റെ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരമുള്ള വില. അപ്പോൾ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരമുള്ള വില നമുക്കറിയാം, ക്യാഷ് പ്രൈസ് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് 930 കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ്യത്തെ വർഷം നമ്മൾ 1426 രൂപയാണ് കൊടുത്തത്. സെക്കൻഡ് ഇയറിൽ നമ്മൾ 1804, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ്. മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 840 5% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ലാസ്റ്റ് ഫ്രണ്ടിലോട്ട് വരിക ചെയ്യുക, ബാക്കിൽ നിന്നാണ് നമ്മൾ ചെയ്ത് വരിക. അപ്പോൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 840 പറഞ്ഞു. സോ 840 എത്ര ഇൻട്രസ്റ്റ് ഉണ്ട്, എത്ര പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാദ്യം നമ്മളൊരു ടേബിൾ വരയ്ക്കുക. ഒരു പർട്ടിക്കുലേഴ്സ് കോളം, 2 എമൗണ്ട് കോളം ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് എന്താ പറഞ്ഞാൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് 840. ഈ 840 എത്ര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 840 ഇൻറ്റു 5% ആണെന്ന് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. 5/105 ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് എത്രയെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ 840 ഇൻറ്റു 5/105 ചെയ്തപ്പോൾ 40 രൂപയാണ് വന്നത്. അതിൻ്റെ അർത്ഥം 40 രൂപ എന്താണ്? ഇൻട്രസ്റ്റാണ്. അതിൻ്റെ അർത്ഥം ബാക്കി 800 രൂപയാണ് എന്ത് വരിക, അതിൽ ക്യാഷ് പ്രൈസ് വരുന്നത്. സോ ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് അറ്റ് ദ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ്? തൊട്ട് മുന്നത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ടൈമിൽ ഔട്ട്സ്റ്റാൻഡിങ് വരുന്നത് എത്രയാണ്? 800 രൂപയാണ്. സോ അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് കൂട്ടിയിട്ടാണ് നമുക്ക് 840 കിട്ടിയത്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റുകൾ കുറച്ച് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലെയും ഇൻട്രസ്റ്റ് കുറയ്ക്കുക. കൂട്ടത്തിൽ എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആഡ് ചെയ്യും വേണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചു. എന്നിട്ട് ലാസ്റ്റ് വർഷത്തെ മൂന്നാമത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് കുറച്ചിട്ട് എന്ത് ചെയ്യുക? രണ്ടാമത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ 800ൻ്റെ കൂടെ രണ്ടാമത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ആഡ് ചെയ്ത് 1804 ആഡ് ചെയ്ത് 2604. അപ്പോൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ തുടക്കത്തിൽ നമുക്ക് വരുന്ന എമൗണ്ട്. ഇനി അതൊന്നും എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കുറയ്ക്കണം. ഇൻട്രസ്റ്റ് എങ്ങനെ കുറയ്ക്കാം? റിവേഴ്സ് ചെയ്ത് മാത്രമേ റിവേഴ്സ് വരുന്നുള്ളൂ കേട്ടോ. ഇൻട്രസ്റ്റ് നമുക്കറിയാം 2604 ആണ് തൊട്ട് മുന്നുള്ള എമൗണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ 5/105 ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ എത്ര വരിക? 124 ഇൻട്രസ്റ്റ് വരിക. 2604ൻ്റെ 5/105, 124 രൂപ ഇൻട്രസ്റ്റ് കുറച്ചു. അപ്പോൾ 2480 കിട്ടി.
ഈ 2480 കൂടെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ആഡ് ചെയ്യുക. അത് എത്രയാണ്? 1426 ക്വസ്റ്റ്യനിൽ 1426 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 3906 ആണ്. അതിന്ന് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് 186 ആണ് നമുക്ക് വരിക. അതെങ്ങനെ കണ്ടുപിടിക്കാം? 3906 × 5/105 186 ആണ് ഇൻട്രസ്റ്റ്. അത് കുറയ്ക്കുക. അപ്പോൾ എത്ര വന്നു? 3720 എന്ന് വന്നു. 3720 കൂടെ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ആദ്യം അടച്ചത് എത്രയാണ്? 930 ആണ്. സോ അത് ആഡ് ചെയ്യുക. 4650 ആണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ ക്യാഷ് പ്രൈസ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ വില നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു അസറ്റ്, നമ്മളൊരു സാധനം, ഇപ്പോൾ ഒരു TV ഹയർ പർച്ചേസ് പ്രകാരം 50,000 വാങ്ങിയെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിൽ ഇൻട്രസ്റ്റ് 5% പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയെന്ന് കണ്ടുപിടിക്കാം. അതായത് ഹയർ പർച്ചേസ് അല്ലാതെ വാങ്ങുമ്പോഴത്തെ പ്രൈസ്. അതെങ്ങനെ കണ്ടുപിടിച്ചു? നമ്മൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വെച്ച് ചെയ്തു. 5% ഇൻട്രസ്റ്റ് എന്നറിയാം. അപ്പോൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഇൻറ്റു 5/105 ചെയ്തു. അപ്പോൾ നമുക്ക് 40 രൂപ കിട്ടി. അത് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാ വർഷവും നമ്മൾ ഇൻട്രസ്റ്റ് കുറയ്ക്കണം. സോ ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചു. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ വർഷം തുടക്കത്തിൽ എത്രയാണ് പൈസ ഉള്ളതെന്ന് കണ്ടെത്താൻ പറ്റും. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ രണ്ടാമത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ആഡ് ചെയ്തു. ബാക്കിലോട്ട് വരിക. അപ്പോൾ കിട്ടുന്ന എമൗണ്ടിൻ്റെ മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് കണക്കാക്കുക. അപ്പോൾ 5/105 കണക്കാക്കിയാൽ രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് മനസ്സിലാവും. അത് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 124 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. എന്താണ്? സെക്കൻഡ് ഇയറിൽ തുടക്കത്തിലുള്ള എമൗണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ആദ്യത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ വർഷം തുടക്കത്തിലുള്ള എമൗണ്ട് കിട്ടും. അതിന് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് നമ്മൾ കണക്കാക്കുക. 3906 × 5/105 ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ട് 186 ഇൻട്രസ്റ്റ് വന്നു. ഇനി അത് ലെസ് ചെയ്യുക. ഇനി അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ വരുന്നത് ആദ്യത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിന് മുന്നേ വരുന്ന ഐറ്റം ഡൗൺ പേയ്മെൻ്റ് ആണ്. ഡൗൺ പേയ്മെൻറ്റ് 930 ആണ്. അത് ആഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കൂടി ലാസ്റ്റ് കൂട്ടുമ്പോൾ നമുക്ക് 4650 കിട്ടും. അതാണ് നമ്മുടെ എന്ത് പറയുന്നത്? ടോട്ടൽ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഈ സൈഡ് കൂട്ടിക്കഴിഞ്ഞാൽ അതിലെത്ര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വരും. 350 ഇൻട്രസ്റ്റും 4650 എന്ന് പറയുന്ന മെഷീൻ്റെ ഒറിജിനൽ പ്രൈസുമാണ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമുക്ക് ആനുറ്റി ടേബിളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത മെത്തേഡിൽ പറയുന്നത്. അതിന് നമുക്കൊരു പ്രസൻറ്റ് വാല്യൂ ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് പ്രസൻറ്റ് വാല്യൂ ടേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത മെത്തേഡ് പ്രകാരം ഉള്ള ഇത് കണ്ടുപിടിക്കാം. അതായത് എങ്ങനെയാണ് നമുക്ക് ആനുറ്റി ടേബിളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം അടുത്ത ഇതിൽ പറയാം. ഓക്കെ.